എപ്പോഴൊക്കെ ധർമ്മത്തിന് ഗ്ലാനി സംഭവിച്ച് അധർമ്മം ഭൂമിയിൽ വ്യാപിക്കുന്നുവോ അപ്പോഴൊക്കെ ധർമ്മ സംസ്ഥാപനത്തിന് ഓരോ യുഗത്തിലും ഭഗവാൻ അവതരിക്കുമെന്നാണ് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്നത്. അത്തരത്തിൽ കലിയുഗത്തിൽ ധർമ്മത്തിന് കോട്ട സംഭവിക്കുകയും നാടാകെ ഇരുട്ട് വ്യാപിക്കുകയും ചെയ്തപ്പോൾ ഭഗവാന്റെ അവതാരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഏതാനും മനുഷ്യരും ലോകവുമാണ് കൽക്കി 2898 AD. മഹാഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ അശ്വത്ഥാമാവിൻ്റെ ശാപവുമായി ബന്ധപ്പെട്ട് സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം 2898 കാശിയിൽ കഥ നടക്കുന്നത്. ലോകത്ത് പാപം വർദ്ധിക്കുക മാത്രമല്ല, ഹിമാലയത്തിലെ മഞ്ഞുരുകി തീർന്ന് ഗംഗാനദി വറ്റിപ്പോയിട്ടുണ്ട്. എവിടെയും ജലം കിട്ടാനില്ല. ഒരല്പമെങ്കിലും എന്തെങ്കിലുമൊക്കെ ബാക്കിയുള്ളത് കാശിയിൽ മാത്രമാണ്. അതുപോലും കടുത്ത അധർമ്മമായാണ് ഇപ്പോഴുള്ളവർക്ക് തോന്നുക. പല ജന്മങ്ങൾക്കുള്ള മോക്ഷം കൂടിയായാണ് കലിയുഗത്തിലെ കൽക്കിയുടെ പിറവിയെ കാണുന്നത്. മഹാവിഷ്ണുവിൻ്റെ 10ാമത്തെയും അവസാനത്തേതുമായ അവതാരത്തിന് വേണ്ടി കാശിയിൽ നിന്നും ദൂരെ ശംഭാല ഗ്രാമത്തിൽ ഒരു കൂട്ടർ കാത്തിരിക്കുന്നുണ്ട്. കാശി ഭരിക്കുന്ന സുപ്രീം പവറിനെ അധികമാർക്കും കാണാനാവില്ല. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും കാശി അന്വേഷിച്ചാണ് ആളുകൾ പല വാഹനങ്ങളിൽ എത്തിച്ചേരുന്നത്. വിമാനം പോലെ പറക്കുന്ന വാഹനങ്ങൾ. ഭൂമിയിലും ആകാശത്തും സൗകര്യത്തിനനുസരിച്ചും തരാതരമായും ഇത്തരം വാഹനങ്ങളിൽ സഞ്ചരിക്കാനാകും. പണമല്ല, പോയിൻ്റാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. പരമാവധി പോയിന്റുകൾ സമ്പാദിക്കുക എന്നതാണ് എല്ലാവരുടെയും ലക്ഷ്യം. അതിനായി എന്ത് മാർഗവും സ്വീകരിക്കും. മരിക്കാൻ കിടക്കുന്ന ഒരാൾക്ക് പോലും സൗജന്യമായി വെള്ളം കൊടുക്കില്ല ആരും. വെള്ളം അത്രയും അമൂല്യമാണെന്നത് മാത്രമല്ല, എല്ലാറ്റിനും പോയിന്റ് ഉണ്ടെന്നത് കൂടിയാണ് കാര്യം. ഇതിനെല്ലാമിടയിൽ നേരിയ വെള്ളിരേഖകൾ പോലെ നന്മ സൂക്ഷിക്കുന്ന മനുഷ്യരുണ്ടെന്നതാണ് കൗതുകം. AD 2898 വാഹനങ്ങളും ആയുധങ്ങളും വസ്ത്രങ്ങളും ഉപകരണങ്ങളും നഗരവുമെല്ലാം വളരെ വ്യത്യസ്തമാണ്. ഇപ്പോൾ ജീവിക്കുന്നവർക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത അത്രയും വ്യത്യസ്തമായവ. പ്രത്യേക പ്രകാശരശ്മികൾ പുറപ്പെടുവിച്ച് അന്തരീക്ഷത്തിൽ അവർക്ക് പലതും ചെയ്യാനാകും. അവരെ അടക്കി ഭരിക്കുന്ന സുപ്രീം പവർ അജയ്യനാണ്. അയാളാണ് ലോകം കീഴടക്കിയിരിക്കുന്നതും കാര്യങ്ങൾ തീരുമാനിക്കുന്നതും. 600 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച കൽക്കി 2898 AD ഇന്ത്യയിലെ ഏറ്റവും ചെലവേറിയ സിനിമയാണ്. അത്രയും ചെലവഴിച്ചത് മുഴുവൻ സമയവും വെള്ളിത്തിരയിൽ പ്രേക്ഷകർക്ക് അനുഭവിക്കാനാവും. ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റിയിൽ ഫ്യൂച്ചറിസ്റ്റിക് സെറ്റിൽ പൂർണ്ണമായും ചിത്രീകരിച്ച കൽക്കി പ്രേക്ഷകർക്ക് മികച്ച കാഴ്ച അനുഭവമാണ് പ്രദാനം ചെയ്യുക. 3D അനുഭവം സമ്മാനിക്കുന്ന കൽക്കിയുടെ യുദ്ധരംഗങ്ങളിൽ ഉൾപ്പെടെ പ്രേക്ഷകരെ തേടിയെത്തുന്ന ഞെട്ടിക്കുന്നതോ ഭയപ്പെടുത്തുന്നതോ ആയ 3D എഫക്റ്റുകളൊന്നും സമ്മാനിക്കുന്നില്ലെങ്കിലും രംഗങ്ങൾ അതിൻ്റെ വ്യാപ്തിയിൽ കാണാൻ സഹായിക്കുന്നുണ്ട്. ക്രിസ്തുവിന് മുമ്പ് 3101 മുതൽ ക്രിസ്തുവിന് ശേഷം 2898 വരെയുള്ള ദീർഘമായ 6000 വർഷങ്ങളാണ് സ്ക്രീനിൽ മിന്നിമറയുന്നത്. മഹാഭാരത യുദ്ധത്തിൽ തുടങ്ങി ഏറ്റവും ആധുനികമായ സന്നാഹങ്ങൾ ഉപയോഗിച്ചുള്ള യുദ്ധത്തിലാണ് സിനിമ പര്യവസാനിക്കുന്നത്. അമിതാഭ് ബച്ചൻ്റെ അശ്വത്ഥാമാവിനും പ്രഭാസിൻ്റെ ഭൈരവയ്ക്കും ഒന്നിച്ചുള്ള നിരവധി രംഗങ്ങളുണ്ടെങ്കിലും കമലഹാസന്റെ കലി എന്ന സുപ്രീം പവറിനും ദുൽഖർ സൽമാന്റെ പൈലറ്റിനും ചലച്ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളുമായുള്ള രംഗങ്ങളേയില്ല. കൽക്കി അവതാരത്തിൻ്റെ കഥ തുടരുമെന്നൊരു സൂചന 2ാം ഭാഗം ഉണ്ടായേക്കാമെന്ന പ്രതീക്ഷ പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നുണ്ടെങ്കിലും കഥയുടെ അവസാനം അത്തരമൊരു സാധ്യതകളിലേക്കൊന്നും വിരൽ ചൂണ്ടുന്നില്ല. അടുത്ത ഭാഗം വരുമെന്ന സൂചനയിൽ സിനിമ അവസാനിപ്പിക്കുന്നത് അടുത്ത കാലത്തിറങ്ങിയ പല സിനിമകളുടെയും രീതിയായിട്ടുണ്ട്. വിദൂര ഭാവി കാലത്തെയും മഹാഭാരത കഥയെയും തമ്മിൽ കൂട്ടിയിണക്കാനാണ് ആദ്യ പകുതി പ്രധാനമായും ശ്രദ്ധിച്ചിരിക്കുന്നത്. എന്നാൽ 2ാം പകുതിയിലാകട്ടെ പൂർണ്ണമായും കൽക്കി യുഗത്തിലേക്ക് കാഴ്ചക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രഭാസിന്റെ ഭൈരവൻ ഭാരമില്ലാത്ത കഥാപാത്രമെന്ന് തോന്നിക്കുകയും വലിയ ഭാരം ചുമക്കുകയും ചെയ്യുമ്പോൾ അമിതാഭ് ബച്ചന്റെ അശ്വത്ഥാമാവ് അതിഗംഭീര പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. 2ാം പകുതിയുടെ ആദ്യ ഭാഗങ്ങളിൽ കടന്നു വരുന്ന അന്നാബെന്നിൻ്റെ ഖൈറ എന്ന വേഷമാണ് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഓർത്തുവെക്കുക. അന്നയുടേതായി മലയാളത്തിൽ ഇതുവരെ കാണാത്തതും ഇനി കാണാൻ സാധ്യതയില്ലാത്തതുമായ കഥാപാത്രമാണ് ഖൈറ. കലിയുഗത്തിൽ നന്മയുടെ വരവിനായി തയ്യാറെടുക്കുകയും പോരാടുകയും ചെയ്യുന്ന ഖൈറ റിബലാണ്. മികച്ച സംഘടന രംഗം ഉൾപ്പെടെ അന്നയുടെ ഖൈറക്കായി ഒരുക്കിയിട്ടുണ്ട്. മലയാളത്തിൽ നിന്ന് അന്നാബെൻ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചപ്പോൾ ഭൈരവന്റെ വളർത്തച്ഛനായി ദുൽഖർ സൽമാനും കൽക്കിയുടെ പിറവിക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മറിയമായി ശോഭനയും അതിഥി വേഷങ്ങളിലെത്തുന്നു. സിനിമയിലെ ബുജ്ജിയുടെ ശബ്ദമായി കീർത്തി സുരേഷും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. കൽക്കിക്കായി സൃഷ്ടിച്ച സെറ്റാണ് സിനിമയിലെ ഏറ്റവും ആകർഷകം. ഭൂതവും ഭാവിയും കോർത്തിണക്കി പ്രത്യക്ഷപ്പെടുന്ന രംഗങ്ങൾ ക്യാമറയിലേക്ക് ഒന്നും നഷ്ടപ്പെടുത്താതെ പകർത്തിയ യോറിയെ സ്റ്റോലിയോവിക്കും ദൃശ്യങ്ങളെ അവയുടെ ജീവനിൽ തന്നെ എഡിറ്റ് ചെയ്ത കോതഗിരി വെങ്കടേശ്വര റാവുവും സിനിമയുടെ ആത്മാവറിഞ്ഞ് സംഗീതം നൽകിയ സന്തോഷ് നാരായണനും കയ്യടി അറിയിക്കുന്നുണ്ട്. ദുൽഖർ സൽമാനെയും കീർത്തി സുരേഷിനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി അവതരിപ്പിച്ച് നിരവധി പുരസ്കാരങ്ങൾ നേടിയ മഹാനടിയുടെ സംവിധായകൻ നാഗ് അശ്വിൻ കൽക്കി മനോഹരമായി സംവിധാനം നിർവഹിച്ചതിന് പുറമെ തിരക്കഥയും സംഭാഷണവും നന്നായി തന്നെ ഒരുക്കിയിട്ടുണ്ട്. വൈജയന്തി മൂവീസിന്റെ ബാനറിൽ C. അശ്വിനി ദത്തും പ്രിയങ്ക ദത്തും സ്വപ്ന ദത്തും ചേർന്നാണ് കൽക്കി 2898 AD നിർമ്മിച്ചിരിക്കുന്നത്.